ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ, നമുക്കിന്നൊരു പുട്ടിൻ്റെ റെസിപ്പി നോക്കിയാലോ. എല്ലാവർക്കും അറിയാവുന്നതാണ് പുട്ടുണ്ടാക്കാനായിട്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ വളരെ അപൂർവമായിട്ടൊക്കെ അല്ലേ ഉണ്ടാക്കാറുള്ളൂ. അതായത് നമ്മൾ ഓരോ സീസണിൻ്റെ സമയത്തും ഓരോ പുട്ടുകൾ നമ്മളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പുട്ടും അതുപോലെ പഴം, പുട്ടും കടലയും, എന്താ പറയുക, പുട്ട്, ബീഫ്, അങ്ങനെ പല 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 കാര്യങ്ങളല്ലേ. എന്നാൽ പിന്നെ നമുക്കൊന്ന് നോക്കിയാലോ. എന്നാൽ പിന്നെ കുറച്ച് മാമ്പഴം കിട്ടിയിട്ടുണ്ടേ. നല്ല മാമ്പഴം എന്ന് വെച്ചാൽ നല്ല മാമ്പഴം, നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ അങ്ങോട്ട് എന്താ പറയുക, പുട്ടും മാമ്പഴം ഒരു പ്രത്യേക രുചിയാണ്. കഴിച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കഴിച്ച് നോക്കണം കേട്ടോ. എന്നാൽ പിന്നെ ആ മാമ്പഴത്തിനെ നമുക്കൊന്ന് നന്നായിട്ട് ചെത്തി എടുത്തിട്ട് ആ തൊലിയൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ടുണ്ടല്ലോ, ചെറുതായിട്ടൊന്ന് എന്താ പറയുക, അരിഞ്ഞെടുക്കണം. അപ്പോൾ ഈ 4 ഞാനിവിടെ ചെത്തി എടുത്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ 4 ഒന്നും ആവശ്യം നമുക്ക് വരുന്നില്ല. അതായത് എന്തിനാണെന്നല്ലേ പറയാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ചെത്തി നമുക്കൊന്ന് മുറിച്ചെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. അതുണ്ടല്ലോ, ഈ നമ്മൾ മാമ്പഴം അരിഞ്ഞെടുക്കുന്ന സമയത്ത് ഇത്രയും വലിപ്പത്തിൽ അരിഞ്ഞെടുക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ അങ്ങ് എന്താ പറയുക, ഈ ഒരു രീതിയിൽ അങ്ങോട്ട് അരിഞ്ഞെടുത്തതേ ഉള്ളൂ. ഇച്ചിരി ചെറുതാക്കിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇതാ നോക്കിയേ, ഈ ഒരു പരുവത്തിലായിട്ട് എല്ലാം കൂടി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മധുരമായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി നമുക്ക് എന്നാണെന്നറിയാമോ, ഇതിൻ്റെ ഒരു കുറച്ച് അതായത് ഒരു 1.5 മാങ്ങയോളം ഞാൻ എടുത്തിട്ടുണ്ട്. 1.5 മാങ്ങയോളം ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതായത് എന്താ പറയുക, നല്ല പേസ്റ്റ് പോലെ എന്നൊക്കെ പറയാം. അപ്പോൾ 1-2 കറക്കൊക്കെ കറക്കിയാൽ മതിയെന്നേ. പിന്നെ ഉണ്ടല്ലോ, വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല, പഞ്ചസാരയും ചേർക്കേണ്ട കാര്യമില്ല. എന്നാന്ന് വെച്ചാൽ നമ്മുടെ മാമ്പഴത്തിന് നല്ല മധുരമുള്ള മാമ്പഴം അല്ലേ. അപ്പോൾ പിന്നെ പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര അങ്ങോട്ട് നമ്മൾ ചെകിടിക്കുന്ന ഒരു രീതിയാവും. അപ്പോൾ ദാ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരിക്കട്ടെ. നമുക്ക് വേണ്ടത് പുട്ടിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുട്ടിൻ്റെ പൊടി സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കിട്ടാറില്ല, അരിപ്പൊടിയായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊന്നും എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തോളുക കേട്ടോ. അപ്പോൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മൾ ആ മാമ്പഴത്തിൻ്റെ പൾപ്പ് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാം കൂടെ കട്ട കെട്ടി കിടക്കണ്ട. അതുകൊണ്ട് ഇനി രുചിക്ക് വേണ്ടിയിട്ട് കുറച്ച് പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാൽപ്പൊടി കഴിച്ച് നോക്കിയിട്ടുണ്ടോ? നല്ല രുചിയാന്നേ. അപ്പോൾ കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതാ കുറച്ച് 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇത്തിരി കൂടുതൽ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന മാമ്പഴത്തിൻ്റെ പൾപ്പ് അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തോളുക. പിന്നെ ഉണ്ടല്ലോ, ഈ പാൽപ്പൊടി തന്നെ വേണോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ പാൽപ്പൊടി തന്നെ ആയിരിക്കും ബെറ്റർ. എന്നാന്ന് വെച്ചാൽ നമ്മൾ പാലൊഴിച്ച് കൊടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ നമ്മൾ കൂടിപ്പോവും. അതുകൊണ്ട് നമ്മൾ മാമ്പഴം ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ മാമ്പഴത്തിന് അതിൻ്റെ ആ ഒരു രുചി കിട്ടണം എന്നുണ്ടെങ്കിൽ പാലൊഴിച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും പാലിൻ്റെ ആ ഒരു ഇതല്ലേ വരുന്നത്. അപ്പോൾ മാമ്പഴത്തിൻ്റെ രുചി തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാമ്പഴം തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഈ പുട്ട് സോഫ്റ്റ് ആകാനൊക്കെ ആയിട്ട് നെയ്യൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. നെയ്യ് വേണമെങ്കിൽ നമുക്ക് ഇത്തിരി ഇട്ട് കൊടുക്കാം, ഒരു രുചിക്ക് വേണമെങ്കിൽ ശകലമൊക്കെ ഒഴിച്ച് കൊടുക്കാൻ കുഴപ്പമില്ല. പക്ഷേ വെളിച്ചെണ്ണയോ അങ്ങനെയൊന്നും ഉപയോഗിക്കില്ലേ, ആ ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും കേട്ടോ. അപ്പോൾ ദാ ഇത്തിരി പണിയായിരുന്നു. എന്നാന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു കട്ടയൊക്കെ ഒന്ന് കെട്ടി ഇത്തിരി മാറി വരണമെന്നുണ്ടെങ്കിൽ ഇത്തിരി പണിയുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഒരു തവണ ഇട്ട് കൊടുത്തു, ശകലം ഇട്ട് കൊടുത്തു, ബാക്കി ഞാൻ ഇട്ട് കൊടുത്തില്ല. അപ്പോൾ ബാക്കി എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി അങ്ങോട്ട് എടുക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ നനച്ചെടുത്തിട്ടുണ്ട്. നനച്ച് വെക്കേണ്ടതായ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും നേരം വെച്ചെന്നോർത്തൊന്നും കുഴപ്പമില്ല. നമുക്കിവിടെ സമയത്തിൻ്റെ ഒരു പരിമിതി മൂലം ഞാൻ വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതാ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കപ്പിലേക്കാണ് കേട്ടോ ഇടുന്നത്. അതായത് ഇങ്ങനെ പുട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പുറകിൽ നിന്ന് തള്ളി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ മറ്റേ ചിരട്ടപ്പുട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ മാറി എപ്പോഴും വെച്ചുകൊണ്ടിരിക്കണം. ഇതാകുമ്പം ഇഡ്ഡലിയുടെ പാത്രത്തിലേക്ക്, ഇഡ്ഡലി തട്ടിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുമ്പോൾ ഈ കപ്പിനകത്തോട്ട് വാരി വയ്ക്കുമ്പം ഒറ്റയടിക്ക് തന്നെ 4 എണ്ണം വെച്ചിട്ട് അങ്ങായി എടുക്കും. അപ്പോൾ എളുപ്പമുണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ രാവിലത്തെയൊക്കെ ആകുമ്പോൾ നമുക്ക് തിരക്കിട്ട പണികളും സ്കൂളിൽ പോക്ക് കാര്യങ്ങൾ, ഓഫീസിൽ പോക്ക് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് വേഗം പണി തീർക്കാനല്ലേ നോക്കണേ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഒരു കുഞ്ഞി കപ്പിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒന്ന് എന്താ പറയുക, പെട്ടെന്ന് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത് ചിലപ്പോൾ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കയ്യിലേക്കൊന്ന് അമർത്തി വെച്ചിട്ടാണ് ഇഡ്ഡലി തട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം, അല്ലാതെ ചെയ്ത് നോർത്തിനും കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ അത് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ അപ്പോൾ ഓരോ തവണയും ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഈ കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തിരി മാമ്പഴം നന്നായിട്ട് കുഞ്ഞായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഇടാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെ ഇടാം. ഇനി ഇട്ടില്ല നോർത്തിനും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മറ്റേ പുട്ടുകുറ്റിക്കകത്താണ് ഇടുന്നെങ്കിലും അതുപോലെ നമുക്ക് ചെയ്തെടുക്കുമെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും, ഇത്രയുടെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ എന്താ പറയുക, നമ്മുടെ 4 അരക്കുറ്റിയാണെന്ന് തോന്നല്ലേ, അരക്കുറ്റി പുട്ട് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് നേരമാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഇടയ്ക്കൊന്ന് വീഡിയോ കട്ടായിപ്പോയി, അതുകൊണ്ടാണ് പറ്റിപ്പോയത് കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ പുട്ടൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് വെച്ചാൽ നല്ല ടേസ്റ്റ് മാമ്പഴത്തിൻ്റെ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ, മാമ്പഴം തന്നെ കൂട്ടി കഴിക്കണതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു.
ഇനിയിപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ കടല കൂട്ടി കഴിക്കുന്നവരും പഴം വേണ്ട, പഴത്തിനേക്കാളും ബെറ്റർ മാമ്പഴം തന്നെയാണ് കേട്ടോ ഇതിൻ്റെ കൂട്ടിൽ. അപ്പോൾ ഇത്തിരി തേങ്ങ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അങ്ങനെയൊക്കെ തന്നെ. അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. എന്തായാലും നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്, യമ്മിയാണ് എന്നൊക്കെ പറയാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ നല്ല ചൂട് പുട്ടിൻ്റെ കൂടെ ഇത്തിരി നല്ല പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്ന കാര്യമുള്ളൂ. എന്നാൽ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ടാറ്റാ.